ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശുക്രരാശിമാറ്റത്തെ പറ്റിയാണ്. ശുക്രൻ്റെ രാശിമാറ്റം ഇന്ന് ജനുവരി മാസം 13-ാം തീയതിയാണ് ശുക്രരാശിമാറ്റം സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു ശുക്രരാശിമാറ്റം കൊണ്ട് നാളെ മുതൽ ഒരു 6 രാശികളിൽ ഉൾപ്പെട്ട നക്ഷത്ര ജാതകർക്ക് ഒരു നല്ല കാലം ആരംഭിക്കുകയാണ്. ഒരു നല്ല സമയം അവരവരുടെ ജീവിതത്തിൽ. ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു നല്ലത് സംഭവിക്കാൻ ഒരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു നിമിഷം മതി ഒരു മനുഷ്യൻ്റെ ജീവിതം മാറിമറിയുവാൻ. അത് നന്മയായാലും തിന്മയായാലും അങ്ങനെ തന്നെയാണ്. ശുക്രൻ എന്ന് പറയുന്നത് ലൗകിക ജീവിതത്തിന് അത്രമേൽ ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹം. ഇപ്പോൾ ധനുരാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഗ്രഹം മകരം രാശിയിലേക്ക്, ശനിയുടെ രാശിയിലേക്ക് വന്നിരിക്കുന്ന സമയമാണ്. ഈ ശുക്രൻ്റെ രാശിമാറ്റം മകരം രാശിയിൽ ഇത് ഒരു 6 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർക്ക് അത്യുത്തമമായിട്ടുള്ള ഒരു ഫലങ്ങളാണ് നൽകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കുമുള്ളൊരു പരിഹാരമാണ് ശുക്രരാശി മാറ്റം നൽകുന്നതും. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ശുക്രദശ നടക്കുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശുക്രൻ്റെ അപഹാരമാണ്, ശുക്രൻ ജാതകത്തിൽ ശുഭനാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു ഗുണഫലങ്ങൾ മാറ്റങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. നമ്മളിവിടെ പറയുന്നത് രാശിയുടെ ഒരു പൊതുഫലമാണ്. ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മൾ രാശിയിൽ എത്ര വലിയ ഗുണഫലം പറഞ്ഞാലും ദോഷഫലം പറഞ്ഞാലും ഒരു രാശിയിൽ വരുന്ന നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഒരുപോലെയല്ല ആ ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത്. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും, അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ നമ്മുടെ ജനന ജാതകപ്രകാരം നടക്കുന്ന ദശാകാലഘട്ടം ഏതാണോ ആ ദശാനാഥനും നമ്മളെ അത്രമേൽ സ്വാധീനിക്കുമെന്ന് മനസ്സിലാക്കുക. ഈ ഒരു സമയം ശുക്രരാശി മാറ്റം ഒരുപാട് നന്മകൾ നേട്ടങ്ങളൊക്കെ നൽകുന്ന തരത്തിലാണ്. ലൗകിക ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് നൽകുന്നത്. ആഗ്രഹമുണ്ടെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ ഈ സമയം പരിശോധിച്ച് മുന്നോട്ട് പോകാം. ഇനി നമുക്ക് ഏതൊക്കെ രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർക്കാണ് ഈ ശുക്രരാശി മാറ്റം ഏറ്റവും പ്രയോജനം നൽകുന്നത് എന്നുള്ളത് നോക്കാം. ഇടവം രാശിക്കാരായ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ശുക്രരാശി മാറ്റം അത്യുത്തമമാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപനാണ് ശുക്രൻ. ഇടവ ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനുമാണ് ശുക്രൻ. ശുക്രൻ നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. നിങ്ങൾക്ക് ഭാഗ്യാധിപതി എന്ന് പറയുന്ന ഗ്രഹം അത് ശനീശ്വരനാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം ശനിയാണ്. ആ ശനിയുടെ രാശിയിലേക്ക് നിങ്ങളുടെ രാശിയുടെ അധിപതിയായ ശുക്രൻ വന്നു ചേരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. ഒരു നല്ല കാലത്തിൻ്റെ ആരംഭം തന്നെയാണ്. ഈ ഒരു സമയം അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, ഗുണഫലങ്ങൾ, നന്മകൾ ഇടവം രാശിക്കാർക്ക് വന്നു ചേരും. പ്രത്യേകിച്ചും 10-ാം ഭാവമായ കർമ്മസ്ഥാനത്തിൻ്റെ ആധിപത്യം കൂടെ വഹിക്കുന്ന ഗ്രഹമാണ് നിങ്ങൾക്ക് ശനി. ആ ശനിയുടെ രാശിയിൽ ശുക്രൻ വരുമ്പോൾ ഇടവം രാശിക്കാർക്ക് ആദ്യം അനുഭവത്തിൽ വരുന്നത് കർമ്മസംബന്ധമായ മാറ്റങ്ങളാണ്. കുറേ കാലങ്ങളായിട്ട് ജോലിയിലൊരു മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യുന്ന കർമ്മം ഏതാണോ അതിൽ നിങ്ങൾ ഏറ്റവും ഒരു ഉയർച്ചയിൽ, ഉന്നതിയിലെത്തുന്ന സമയം. നിങ്ങൾ ചെയ്യുന്ന കർമ്മം മുഖാന്തരം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ധനവരവ്, ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുക. പലർക്കും ഈ ഒരു സമയം ആഗ്രഹിച്ച ജോലി ലഭിക്കുക, പുതിയ സ്ഥലത്തേക്ക് ജോലി മാറ്റം ലഭിക്കുക, വിദേശ ജോലി ഭാഗ്യം ലഭിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും കർമ്മസംബന്ധമായിട്ട് അനുഭവത്തിൽ വരും. ഒരു സ്വന്തമായ തൊഴിൽ, ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഇടവം രാശിക്കാർക്കും ആ ബിസിനസ്സിലൊക്കെ നല്ല നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ ഈ കാലഘട്ടങ്ങളിൽ നിങ്ങളിൽ നിന്ന് വിട്ടുമാറും എന്നുള്ളതാണ്. ഒരുപാട് നേട്ടങ്ങൾ, മാറ്റങ്ങൾ, നന്മകളാണ് ഇടവം രാശിക്കാരായ ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരിക. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളൊക്കെ ആരംഭിക്കുക, പുതിയ തൊഴിൽ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുക, അതിനൊക്കെയുള്ള യോഗമുണ്ട്. പൊതുവെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവുകളും ഈ ശുക്രൻ്റെ രാശിമാറ്റം മാറ്റുമെന്നുള്ളതാണ്. പൊതുവെ ആരോഗ്യപരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റമുണ്ടാകും. സാമ്പത്തിക പ്രയാസങ്ങൾ, കടബാധ്യതകളിൽ നിന്നൊരു മോചനമുണ്ടാകും. ഏതെങ്കിലും തരത്തിലുള്ള കോടതി കേസ് വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിൽ പലതും നിങ്ങൾക്ക് അനുകൂലത്തിൽ വരികയും പലതും നിങ്ങളെ വിട്ടുമാറിപ്പോവുകയും ചെയ്യുക. അങ്ങനെയുള്ള കോടതി കേസ് വ്യവഹാരങ്ങളിൽ നിന്ന് മാറ്റമുണ്ടാവുക. നിങ്ങളുടെ
കർമ്മ മേഖലയിലും അവരവരുടെ കുടുംബ ദാമ്പത്യ ജീവിതത്തിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ നേരിടുന്ന അനാവശ്യ എതിർപ്പുകൾ, പ്രശ്നങ്ങൾ, ശത്രുതകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പലതും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മനസ്സിൽ എന്തൊക്കെയാണോ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നത് അതൊക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ട് പൂർത്തീകരിക്കുവാൻ സാധിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഇറങ്ങിത്തിരിച്ച് അല്ലെങ്കിൽ ആരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പകുതി വഴിയിൽ നിന്ന് പോയിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യം പലർക്കും പല രീതിയിലായിരിക്കും വരുന്നത്. ഏതായാലും നിങ്ങൾക്ക് മാനസികവും ശാരീരികവും നിങ്ങളുടെ കർമ്മ സംബന്ധമായിട്ടും ദാമ്പത്യപരമായിട്ടുമൊക്കെ ഒരു നല്ല ഒരു മാറ്റം ഈ ഒരു ശുക്രരാശി മാറ്റം നൽകും. ഇതിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ രാശിയുടെ അധിപൻ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലായിരിക്കും ആ ഈശ്വരാനുഗ്രഹം ഭാഗ്യം വന്നു ചേരുക. തീർച്ചയായിട്ടും ഒരു നല്ല കാലത്തിൻ്റെ ആരംഭമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ച്. ആഗ്രഹമുണ്ടെങ്കിൽ ഈ സമയം അവരവരുടെ ഞാൻ ആദ്യം പറഞ്ഞ പ്രകാരം ആ ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുന രാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സമയം അത്യുത്തമമാണ്. മിഥുനരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അഷ്ടമാധിപതിയായ പൂർണ്ണ ശുഭനായിട്ടുള്ള ശനിയുടെ രാശിയായ മകരത്തിലേക്ക് നിങ്ങൾക്ക് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ശുക്രൻ എത്തുന്ന സമയമാണ്. ഈ ഒരു സമയം മിഥുനരാശിക്കാരെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹമാണ് വന്നു ചേരുക. ഈശ്വരാനുഗ്രഹം, ഭാഗ്യം, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ വിജയം ലഭിക്കും. എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ നിന്ന് വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഈശ്വരാനുഗ്രഹം, ഒരു തെളിച്ചം ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ഒരുപാട് നല്ല മാറ്റങ്ങൾ, നേട്ടങ്ങൾ ഈ ഒരു സമയത്ത് ലഭിക്കും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പല നല്ല കാര്യങ്ങളുമായിരിക്കും ജീവിതത്തിൽ ലഭിക്കുക. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് തീരെ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അനുഭവങ്ങളും ലഭിച്ച് മുന്നോട്ട് വന്നവരാണ് മിഥുനരാശിയിൽപ്പെട്ട പലരും. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ഇനി മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ, നേട്ടങ്ങളാണ് ഓരോ വ്യക്തികൾക്കും വന്നു ചേരുന്നത്. മിഥുനരാശിക്കാരെ സംബന്ധിച്ച് സ്വന്തമായി ഭൂമിക്കും അതുപോലെ ഗൃഹത്തിനുമൊക്കെ യോഗമുള്ള ഒരു സമയമാണ്. പൂർവിക വഴിയിൽ ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളെ തേടി വരുന്ന സമയം. പലർക്കും മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുക, പുതിയ ഗൃഹം വാങ്ങുവാനായിട്ടുള്ളൊരു യോഗം ലഭിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് വന്നു ചേരും. ശുഭകരമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള ചിലവുകൾ വന്നു ചേരുന്ന സമയമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ്. അപ്രതീക്ഷിതമായ യാത്രകൾ ഈ ഒരു കാലഘട്ടത്തിൽ മിഥുനരാശിക്കാർക്ക് അനുഭവത്തിൽ വരും. ഈ യാത്രകളിൽ കൂടെ നേട്ടമുണ്ടാവുക. ഒരു വിദേശത്ത് ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന്, കമ്പനിയിൽ നിന്ന് മറ്റൊരിടത്തേക്ക്, പുതിയ സ്ഥലത്തേക്ക് ഒരു ജോലി മാറ്റത്തിന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് തീർത്തും അനുകൂലത്തിൽ ലഭിക്കുന്ന സമയമാണ്. അങ്ങനെയുള്ള മാറ്റങ്ങളും ജീവിതത്തിൽ ഈ ഒരു സമയം വന്നു ചേരും എന്നുള്ളതാണ്. പൊതുവെ മിഥുനരാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ, നേട്ടങ്ങൾ വന്നു ചേരും. ഒരുപാട് നാളുകളായി ആഗ്രഹിച്ചിരുന്ന പുണ്യസ്ഥലങ്ങളോ പുണ്യക്ഷേത്രങ്ങളോ തീർത്ഥാടന കേന്ദ്രങ്ങളോ ഒക്കെ സന്ദർശിക്കാനുള്ളൊരു ഭാഗ്യവും ഈ ഒരു സമയം മിഥുനരാശിയിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർദ നക്ഷത്രക്കാർക്ക് വന്നു ചേരും. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന കാലതാമസം, തടസ്സങ്ങൾ, പ്രയാസങ്ങൾ വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം ലഭിക്കുന്ന സമയമാണ്. വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ ഈശ്വരൻ സന്താനഭാഗ്യം നൽകുന്ന ഒരു സമയവും കൂടിയാണ് ഇത്. മിഥുനരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിലുണ്ടായിരുന്ന ആവലാതികൾ, വേവലാതികൾ, ആശങ്കകൾ വിട്ടുമാറി നിങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുക, ഉപരിപഠനത്തിനുള്ള മാർഗം തെളിഞ്ഞു കിട്ടുക, അവർക്ക് നല്ല വിവാഹം, നല്ല ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ നടക്കുന്ന സമയവുമാണ്. മിഥുനരാശിക്കാരായ മാതാപിതാക്കൾക്ക് അങ്ങനെ ഒരു മനസ്സമാധാനം, സന്തോഷം ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും. അതുപോലെ നിങ്ങളുടെ കുട്ടികളാൽ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നന്മകൾ, നേട്ടങ്ങൾ, മാറ്റങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. പൊതുവെ മിഥുനരാശിക്കാരെ സംബന്ധിച്ച് ഈ ശുക്രരാശി മാറ്റം വളരെ വളരെ അത്യുത്തമമാണ് എന്ന് പറയാം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ആ ഒരു മാറ്റം വന്നു ചേരും. ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു കാലഘട്ടം, ഈ ഒരു സമയം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെയും അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെയും ഒക്കെ ജനന ജാതകം കൂടെ പരിശോധിച്ച് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും.
ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മിഥുനരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ശുക്രരാശി മാറ്റം സർവ്വമംഗളങ്ങളും നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകർക്ക് ശുക്രരാശി മാറ്റം അത്യുത്തമമാണ്. ഈ ശുക്രരാശി മാറ്റം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് നൽകുന്നത്. പ്രത്യേകിച്ച് ശുക്രൻ കന്നി രാശിക്കാരെ സംബന്ധിച്ച് ധനകാരകനായിട്ടുള്ള ഗ്രഹമാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടം സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികൾ, കടബാധ്യതകളിൽ കൂടെ കടന്നു പോകുന്നവർ, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കയ്യിലിരുന്ന പണം മറ്റാരെങ്കിലും സഹായിക്കാനായി കൊടുത്തിട്ട് അത് തിരിച്ച് കിട്ടാതെ വിഷമിക്കുന്ന വ്യക്തികൾ, കയ്യിലുള്ള സ്വർണമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ സ്വന്തം ബന്ധങ്ങൾക്കൊക്കെ ഒരു സഹായത്തിന് കൊടുത്തിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് അത് ലഭിക്കാതെ കുറച്ച് കാലങ്ങളായി കാത്തിരിക്കുന്നവർ, അങ്ങനെ സാമ്പത്തികപരമായിട്ട് പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിക്കുന്ന കന്നിരാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി നിങ്ങൾക്ക് ലഭിക്കേണ്ട ധനം, ആ പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുക, നിങ്ങളുടെ കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരികെ പിടിക്കാനുള്ള ഒരു മാർഗം ഈശ്വരൻ നൽകുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ കടബാധ്യതകളെ, സാമ്പത്തിക പ്രതിസന്ധികളെ പരിഹരിച്ച് നല്ല രീതിയിൽ നിങ്ങളാൽ ജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക ഉയർച്ച, നന്മകൾ ഈ കാലഘട്ടങ്ങളിൽ കന്നിരാശിയിൽപ്പെട്ട ഉത്രമത്തം, ചിത്തിര നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് അനുഭവത്തിൽ വരും. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലൊക്കെ നിലനിന്നിരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ആ സ്വന്തം ബന്ധങ്ങളിൽ ഒരു ദൃഢത വരിക, സ്വന്തം ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കുക, അവരുമായിട്ട് കൂടിച്ചേരാനുള്ള അവസരം, ഒരു ഭാഗ്യം ഈ ഒരു സമയത്ത് ലഭിക്കുകയും ചെയ്യും. പ്രധാനമായിട്ടും കന്നിരാശിക്കാരെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ആ വിവാഹ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക, നിങ്ങളുടെ ആ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയവുമാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർക്ക് തന്നെ അത് പറഞ്ഞ് പരിഹരിച്ച് നല്ല രീതിയിൽ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയും ചെയ്യും. വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, കാലതാമസങ്ങൾ, പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടുക, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അനുയോജ്യനായിട്ടുള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് ജീവിത പങ്കാളിയായിട്ട് വന്നു ചേരുന്ന ഒരു സമയവുമാണ്. നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു മതിപ്പും വിലയും ഒക്കെ ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. ഭാഗ്യാധിപതി കൂടിയാണ് ശുക്രൻ. പലർക്കും അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ചിലർക്ക് ആഗ്രഹിക്കുന്ന ഒരു ജോലി ലഭിക്കുന്നത് മൂലം, അല്ലെങ്കിൽ ഒരുപാട് കാലത്തെ ആഗ്രഹമായ സ്വന്തമായ ഭൂമി അല്ലെങ്കിൽ ഒരു വീട് എന്നുള്ളൊരു ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെടുന്നതിലൂടെ അങ്ങനൊരു ഭാഗ്യം വന്നു ചേരാം. മറ്റു ചിലരെ സംബന്ധിച്ച് നല്ലൊരു വിവാഹം നടക്കുക, ആരോഗ്യപരമായ മുന്നേറ്റം ഉണ്ടാവുക, ഇങ്ങനെ നമ്മുടെ ലൗകിക ജീവിതത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്തൊക്കെ നേട്ടങ്ങൾ, നന്മകളാണോ വേണ്ടത് അതൊക്കെ ഈ ഒരു സമയത്ത് ശുക്രൻ കന്നിരാശിക്കാർക്ക് നൽകും എന്നുള്ളതാണ്. ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് മാറ്റങ്ങളാണ് ഈ ഒരു സമയത്ത് വന്നു ചേരുന്നത്. ഈശ്വരാനുഗ്രഹം വന്നു ചേരും. ശുക്രൻ നിങ്ങളെ സംബന്ധിച്ച് 5ാം ഭാവമായ പൂർവ്വ പുണ്യസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈശ്വരാനുഗ്രഹം ലഭിക്കുക, നിങ്ങൾ ചെയ്ത നന്മകൾക്കുള്ള ഫലം ഈ ഒരു സമയത്ത് ലഭിക്കും. നിങ്ങളുടെ പൂർവികർ ചെയ്ത നന്മകൾക്കുള്ള ഫലം ലഭിക്കും. അപ്പോൾ അങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് നന്മകൾ, നേട്ടങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ കന്നിരാശിക്കാർക്ക് വന്നു ചേരും. കന്നിരാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന തരത്തിലുള്ള പെരുമാറ്റം, അവരുടെ ഭാഗത്ത് നല്ല നല്ല അനുഭവങ്ങൾ മാതാപിതാക്കൾക്ക് ലഭിക്കുക. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് നന്മകളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സമയം. അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടുള്ള പല കാര്യങ്ങൾക്കും നിങ്ങളാൽ, മാതാപിതാക്കളാൽ അവരുടെ ജീവിത ഉയർച്ചയ്ക്ക് വേണ്ട പല നല്ല കാര്യങ്ങളും ചെയ്തു നൽകാനായിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കുന്ന ഒരു സമയവുമാണ്. അങ്ങനെയുള്ള ഒരുപാട് നല്ല നേട്ടങ്ങൾ, മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് കന്നിരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരും. സമയം വളരെ വളരെ നല്ലതാണ്. നിങ്ങളുടെ ലൗകിക ജീവിതത്തിൽ ശുക്രൻ്റെ സാന്നിധ്യം അത്രമേൽ ശ്രേഷ്ഠമാണ്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും ഈ ശുക്രരാശി മാറ്റം അത്ര നല്ല രീതിയിൽ കന്നിരാശിക്കാർക്ക് പ്രതിഫലിക്കും എന്നുള്ളതാണ്. ഈ ഒരു സമയം ആഗ്രഹമുണ്ടെങ്കിൽ അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ശുക്രൻ്റെ സ്ഥിതിയും ഭാവവും ഒക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ കന്നിരാശിക്കാർക്ക് ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി തീർച്ചയായും ഒരു നല്ല കാലം ആരംഭിക്കുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിയിൽ വരുന്ന
ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകർക്ക് ശുക്രരാശി മാറ്റം അത്യുത്തമമാണ്. ശുക്രൻ സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലം ആരംഭിക്കുകയാണ്. പ്രധാനമായും തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ സുഖസ്ഥാനത്തിന് ആധിപത്യം വഹിക്കുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ശനിയാണ്. ആ ശനീശ്വരൻ്റെ രാശിയായ മകരത്തിലേക്ക് ശുക്രൻ വരുമ്പോൾ നിങ്ങൾക്കത് സുഖസ്ഥാനമായിട്ട് അനുഭവത്തിൽ ലഭിക്കുകയും ചെയ്യും. ഈ ഒരു സമയം തുലാം രാശിക്കാരെ സംബന്ധിച്ച് മാനസികവും ശാരീരികവും സാമ്പത്തികപരവുമായിട്ടുള്ള ഒരു ഉന്നതിയാണ് ലഭിക്കുക. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായി വിട്ടുമാറി മനസ്സിന് സുഖം, സമാധാനം, സന്തോഷം നൽകുന്ന നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ശരീരത്തിന് പുത്തനുണർവ്, ഉന്മേഷം, ആരോഗ്യം വീണ്ടുകിട്ടുക. നിങ്ങളുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ്. സാമ്പത്തികമായിട്ട് വളരെ നല്ല ഉയർച്ച ഈ ഒരു കാലഘട്ടത്തിൽ തുലാം രാശിക്കാർക്ക് ലഭിക്കും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന്, ഇടങ്ങളിൽ നിന്നൊക്കെ ഈ ഒരു കാലഘട്ടത്ത് നിങ്ങളിലേക്ക് പണം വന്നു ചേരുന്ന ഒരു അനുഭവം ഉണ്ടാകും. മാതാവ്, മാതൃസ്ഥാനത്തുള്ളവരിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള പലതരത്തിലുള്ള നേട്ടങ്ങൾ, മാറ്റങ്ങൾ ലഭിക്കും. മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ വിഷമം അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ നല്ല പുരോഗതി ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ ഭൂമി, വസ്തു സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ഭൂമി ലാഭം കൈവരുന്ന സമയമാണ്. അതുപോലെ സ്വന്തമായിട്ട് ഗൃഹത്തിനുള്ള യോഗം, ഭാഗ്യം ഈ ഒരു കാലഘട്ടങ്ങളിൽ ശുക്രൻ നിങ്ങളിലേക്ക് നൽകും എന്നുള്ളതാണ്. പലതരത്തിലുള്ള നേട്ടങ്ങൾ, മാറ്റങ്ങളാണ് ഓരോ വ്യക്തികൾക്കും നൽകുക. സുഖം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ആരോഗ്യം, സാമ്പത്തിക സ്ഥിതി, വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഒരു ജീവിതം അനുഭവത്തിൽ വരിക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നല്ലൊരു ജോലി, അതുമൂലം ഉണ്ടാകുന്ന വരുമാനം, ഇങ്ങനെ പല കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് സുഖം എന്ന ഒരു അനുഭവം ലഭിക്കുക. അത് മാനസികവും ശാരീരികവുമായിട്ട്. തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനം, സുഖം, സന്തോഷം നൽകുന്ന തരത്തിലാണ് ഈ ഒരു ശുക്രരാശി മാറ്റം അനുഭവത്തിൽ ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ ശുക്രൻ്റെ സാന്നിധ്യം അത്യുത്തമമായിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് നൽകും എന്നുള്ളത് തീർച്ചയാണ്. ഈശ്വരാനുഗ്രഹം ധാരാളമായിട്ട് ലഭിക്കും. പല കാര്യങ്ങളും ഈശ്വരാനുഗ്രഹം കൊണ്ട് ലഭിക്കുന്ന സമയമാണ്. പൂർവികപരമായിട്ട് നിങ്ങളുടെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ പൂർവിക വഴിയിൽ ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ലഭിക്കാനായിട്ടുള്ളവരാണെങ്കിൽ അതൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരു ഗൃഹത്തിൻ്റെ, ഒരു വീടിൻ്റെ നിർമ്മാണത്തിൽ ഇറങ്ങിത്തിരിച്ച് അത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ കൊണ്ട് പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് പുനരാരംഭിക്കാനുള്ള ധനം ലഭിക്കുക. പുനരാരംഭിച്ച് പൂർത്തിയാക്കി ഗൃഹപ്രവേശം നടത്താൻ വരെ യോഗമുള്ള ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ ഒരു ഈശ്വരാനുഗ്രഹം തീർച്ചയായിട്ടും പ്രതിഫലിക്കും. നല്ല മാറ്റങ്ങൾ, നല്ല നേട്ടങ്ങൾ ഒക്കെ നിങ്ങൾ തുലാം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് ശുക്രൻ്റെ രാശിമാറ്റത്തോടുകൂടി അനുഭവത്തിൽ വരികയും ചെയ്യും. പ്രപഞ്ചത്തിൻ്റെ കർമ്മത്തെ കുറിക്കുന്ന ഗ്രഹമാണ് ശനി. അതുകൊണ്ട് കർമ്മസംബന്ധമായ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഈ ഒരു കാലഘട്ടങ്ങളിൽ തുലാം രാശിക്കാർക്ക് മാറിക്കിട്ടും എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടം, ധനനേട്ടം ഇതൊക്കെ വന്നു ചേരുന്ന സമയമാണ്. പിതാവ്, അതിൽ പിതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു ഗുണാനുഭവങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ച് ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക. അപ്രതീക്ഷിതമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ തുലാം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്ക് അനുഭവത്തിൽ വരും. പ്രത്യേകിച്ച് തുലാം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിച്ച് വന്നുകൊണ്ടിരുന്ന പലതരത്തിലുള്ള മനപ്രയാസങ്ങളും വിട്ടുമാറി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെ ഒരു നല്ലൊരു കുടുംബ ജീവിതം, ആ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധം ഇതൊക്കെ നല്ല രീതിയിൽ മുന്നേറുകയും ചെയ്യും. ഈ ഒരു സമയം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ശുക്രരാശി മാറ്റം എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയിലേക്ക് തന്നെ ശുക്രൻ വന്നു ചേരുന്ന സമയമാണ്. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹമാണ് നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം നൽകുന്ന പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹവും കർമ്മകാരകനായ ഗ്രഹവും. ആ ഗ്രഹം നിങ്ങളുടെ രാശിയിലേക്ക് വരുമ്പോൾ മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ അനുഭവിക്കുന്നവരാണെങ്കിലും
അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ശുക്രൻ ലൗകിക ജീവിതത്തിൽ ഏറ്റവും ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹമാണ്. ആ ശുക്രൻ്റെ സാന്നിധ്യം തന്നെ മകരം രാശിക്കാർക്ക് അത്രമേൽ ശ്രേഷ്ഠമാണ്. നിങ്ങളുടെ ജന്മരാശിയിലേക്ക് ശുക്രൻ വരുമ്പോൾ ഈശ്വരാനുഗ്രഹം ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും തടസ്സം കൂടാതെ നടക്കും. നിങ്ങൾ നടക്കില്ല അല്ലെങ്കിൽ നിങ്ങളാൽ സാധിക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൈക്കുമ്പിളിൽ എത്തുന്ന ഒരു സമയമാണ്. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറി ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങൾ 10% പ്രയത്നിച്ചാൽ 100% ഫലം ലഭിക്കുന്ന ഒരു നല്ല സമയത്തിൻ്റെ ആരംഭമാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, മാറ്റങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ശുക്രൻ കർമ്മത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായതുകൊണ്ട് മകരം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ ഇപ്പോൾ ഒരു ജോലി ഇല്ലാതിരിക്കുന്നത്, ഒരു ജോലിക്ക് വേണ്ടി ഒരു അന്വേഷണം നടത്തുന്നത്, അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നിങ്ങളുടെ കഴിവിനും യോഗ്യതയ്ക്കും അനുസരിച്ച് നല്ലൊരു ജോലി ലഭിക്കുന്ന സമയം. അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഉയർച്ച, അത് പദവി ഉയർച്ചയാകാം, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കൊരു സ്ഥാനമാറ്റം, ഇടം മാറ്റമാകാം, ശമ്പള വർധനവാകാം. അതുപോലെ വിദേശ ജോലിക്ക് ആഗ്രഹിച്ചാൽ വിദേശ ജോലി ലഭിക്കുന്നത് മൂലം അങ്ങനെ കർമ്മ സംബന്ധമായിട്ട് ഒരുപാട് നല്ല മാറ്റങ്ങൾ, നേട്ടങ്ങൾ ഈ ഒരു സമയത്ത് മകരം രാശിക്കാർക്ക് അനുഭവത്തിൽ വരികയും ചെയ്യും. പൊതുവെ ശുക്രൻ നിങ്ങൾക്ക് അത്രമേൽ ശുഭനായിട്ടുള്ളൊരു ഗ്രഹമായതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ, മാറ്റങ്ങൾ, ചെയ്യുന്ന ജോലി, കർമ്മം എന്താണോ അതിൽ കൂടെ ധാരാളം ധനവരവ്, നേട്ടങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. സ്വന്തമായി ചെറുതാണെങ്കിൽ പോലും ഒരു തൊഴിൽ, ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്കും സാമ്പത്തിക നേട്ടം ലഭിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് ശനി എന്ന് പറയുന്ന ഗ്രഹമാണ് മകരം രാശിക്കാരായ നിങ്ങൾക്ക് ധനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം, ധനകാരകൻ. അപ്പോൾ ധനകാരകനായ ശനിയുടെ രാശിയായ മകരത്തിലേക്ക്, നിങ്ങളുടെ ജന്മരാശിയിലേക്ക് ശുക്രൻ വരുമ്പോൾ സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകുവാനായിട്ടുള്ളൊരു വഴി, ഒരു മാർഗം, ആ ഒരു ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയിൽ നിന്നോ ഇടങ്ങളിൽ നിന്നോ നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ പരിഹരിക്കത്തക്ക തരത്തിൽ ഒരു സഹായം ലഭിക്കും എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു അടിത്തറ നൽകുന്ന തരത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് ശുക്രൻ നിങ്ങൾക്ക് നൽകും. ധനപരമായിട്ടുള്ള മുന്നേറ്റം, ആ ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരാണ്, പക്ഷേ നിങ്ങൾക്കത് പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല, പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഒരു സമയം അതൊക്കെ പുനരാരംഭിച്ച് പൂർത്തീകരിക്കാനൊക്കെയുള്ള ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും അലട്ടിയിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ ഒരു സമയത്ത് വിട്ടുമാറി മനസ്സിനും ശരീരത്തിനും ഒരു സുഖം, സമാധാനം, ആരോഗ്യപരമായിട്ട് മുന്നേറ്റം, സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച, ദാമ്പത്യപരമായിട്ടുള്ള ഒരു നല്ല ഗുണാനുഭവങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയത്ത് വന്നു ചേരും. നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു നല്ല മതിപ്പ് ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ധനപരമായിട്ടുള്ള മുന്നേറ്റം ഈ ഒരു കാലഘട്ടത്തിൽ മകരം രാശിക്കാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അനുഭവത്തിൽ വരും. അതുപോലെ തന്നെ സന്താനങ്ങളെപ്പറ്റി, നിങ്ങളുടെ കുഞ്ഞുങ്ങളെപ്പറ്റി, കുട്ടികളെപ്പറ്റി ഉണ്ടായിരുന്ന ആകുലതകളൊക്കെ വിട്ടുമാറുന്ന സമയമാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു നല്ല മാറ്റം, നല്ല ഉയർച്ചയൊക്കെ ഈ ഒരു സമയത്ത് വന്നു ചേരുകയും ചെയ്യും. അതുപോലെ അവരവരുടെ കുട്ടികളാൽ മകരം രാശിക്കാരായ മാതാപിതാക്കൾക്കും മനസ്സിനൊരു സുഖം, സമാധാനമൊക്കെ ലഭിക്കുന്ന തരത്തിൽ ഒരു നല്ല അനുഭവം വന്നു ചേരുക. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സന്താനങ്ങളുമായി വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരവസരങ്ങളും ഭാഗ്യങ്ങളുമൊക്കെ ഈ ഒരു സമയത്ത് ലഭിക്കും. പൊതുവെ മകരം രാശിക്കാരെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു ഈശ്വരാനുഗ്രഹം ലഭിക്കും. ആ തടസ്സങ്ങൾ, കാലതാമസങ്ങൾ, പ്രയാസങ്ങൾ വിട്ടുമാറുക. അവരവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചില ഭാഗ്യാനുഭവങ്ങൾ, നേട്ടങ്ങൾ, ജീവിത ഉയർച്ചകളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ഇതിനെ ഓരോ വ്യക്തികളും പരമാവധി പ്രയോജനപ്പെടുത്തുക. മകരം രാശിയിൽ വരുന്ന സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് സർവശ്രേഷ്ഠമായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ, മാറ്റങ്ങൾ, യോഗഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാലുള്ള സ്ഥിതി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഈ ഒരു സമയത്ത് ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ.
അടുത്തതായി മീനം രാശിക്കാരായ പൂരിരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകർക്ക് ഈ ശുക്രരാശി മാറ്റം തീർത്തും അനുകൂലമാണ്. പൊതുവേ വ്യാഴത്തിൻ്റെ രാശികൾക്ക് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം പാപനാണ്. യാതൊരു ഗുണഫലവും നൽകുന്ന ആ രീതിയിലുള്ള അനുഭവം ലഭിക്കാറില്ല. എന്നാൽ ഈ ഒരു ശുക്രരാശി മാറ്റം എന്തുകൊണ്ട് മീനൻ രാശിക്കാർക്ക് ഗുണപ്രദമാകുന്നു എന്ന് ചോദിച്ചാൽ, ശുക്രൻ രാശി മാറി വരുന്നത് 11ാം ഭാവമായ സർവാഭീഷ്ട സ്ഥാനത്താണ്. ഒരു ജാതകത്തിനെ സംബന്ധിച്ചും രാശിയെ സംബന്ധിച്ചുമൊക്കെ 11 എന്ന് പറയുന്നത് ഉപജയസ്ഥാനങ്ങളിലെ സർവ്വശ്രേഷ്ഠമായ സ്ഥാനമാണ്. അപ്പോൾ രാശിക്ക് 11ാം ഭാവത്തിലാണ് രാശിക്ക് പാപനായിട്ടുള്ള ഗ്രഹം എത്തുന്നത് എന്നുണ്ടെങ്കിൽ ആ കാലഘട്ടം, ആ സമയം അപ്രതീക്ഷിതമായ ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ച് അത്രമേൽ മാരകഗ്രഹം പാപനായ ശുക്രൻ 11ൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ശുക്രൻ്റെ പാപത്വം നഷ്ടപ്പെടുകയും ശുക്രൻ എന്ത് ദോഷഫലങ്ങളാണോ നൽകേണ്ടത് അതിന് നേർ വിപരീതമായിട്ടുള്ള ഗുണഫലങ്ങൾ നൽകുമെന്നുള്ളതുമാണ് ശാസ്ത്രം. ഇവിടെ മീനം രാശിക്കാരെ സംബന്ധിച്ച് ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി ആദ്യം അനുഭവത്തിൽ വരുന്നത് നിങ്ങൾക്ക് മാനസികവും ശാരീരികവും സാമ്പത്തികവുമായിട്ടുള്ള ഒരു നല്ല മാറ്റം, നേട്ടമാണ്. മനസ്സിനെ അലട്ടിയിരുന്ന, ആശയക്കുഴപ്പത്തിലാക്കിയിരുന്ന, അല്ലെങ്കിൽ മനസ്സിൻ്റെ സ്വസ്ഥത നശിപ്പിച്ചിരുന്ന പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിട്ടുമാറും. മീനം രാശിക്കാരെ സംബന്ധിച്ച് ഓരോ സ്ത്രീ പുരുഷന്മാർക്കും ഓരോ തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് സത്യം. മനസ്സിനെ അലട്ടുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും. ചിലർക്ക് ദാമ്പത്യപരമായിട്ട്, ചിലർക്ക് ആരോഗ്യപരമായിട്ട്, ചിലർക്ക് കടബാധ്യതകൾ, സാമ്പത്തികം, മറ്റു ചിലരെ സംബന്ധിച്ച് ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മസംബന്ധമായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സ്വന്ത ബന്ധങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങൾ, അങ്ങനെ പല തരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. നിങ്ങൾ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അതിലൊക്കെ പൂർണ്ണമായിട്ടുള്ളൊരു മാറ്റമുണ്ടായി മനസ്സിന് ഒരു സമാധാനം, സുഖം ലഭിക്കുമെന്നുള്ളതാണ്. നിങ്ങൾക്കൊരു ആത്മവിശ്വാസം നൽകുന്ന തരത്തിൽ, ജീവിതത്തിനൊരു അടിത്തറ നൽകുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും. ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി മീനം രാശിക്കാരായ പല വ്യക്തികളുടെയും ജീവിതത്തിൽ ഒരു വലിയ മാറ്റമാണ് ലഭിക്കുവാൻ പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന, ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ട് നിൽക്കുന്ന പല മീനരാശിയിൽപ്പെട്ട വ്യക്തികളുമുണ്ട്. അവിടെ നിന്നും നിങ്ങൾക്കൊരു വഴി തുറന്നു കിട്ടുന്ന സമയമാണ് മുന്നോട്ട് സഞ്ചരിക്കുവാൻ, മുന്നോട്ട് പോകുവാനായിട്ട്. ജീവിതത്തിൽ എല്ലാം കഴിഞ്ഞു, നഷ്ടപ്പെട്ടു, ഇനി മുന്നോട്ട് ജീവിതമില്ല എന്ന് കരുതി നിൽക്കുന്ന മീനരാശിയിൽപ്പെട്ട പല വ്യക്തികൾക്കും ഈ ശുക്രരാശി മാറ്റം ഒരു പുതിയ വെളിച്ചം, ഒരു പുതിയ വാതിൽ നിങ്ങളുടെ മുൻപിൽ തുറന്നു നൽകുകയാണ് എന്ന് മനസ്സിലാക്കുക. നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. സഹോദരങ്ങളുമായിട്ട് പലതരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വാക്കുതർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ആയിട്ടൊക്കെ നിൽക്കുന്നവരുണ്ടെങ്കിൽ ആ സഹോദരങ്ങളുമായി നിലനിന്നിരുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. മുതിർന്ന സഹോദരങ്ങളിൽ നിന്നൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സഹായമോ ഗുണഫലങ്ങളോ അനുഭവത്തിൽ വരും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, ആ രീതിയിൽ അതിനുവേണ്ടി പണമൊക്കെ ചിലവഴിച്ച് ബുദ്ധിമുട്ടുന്ന വ്യക്തികളുണ്ടെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പലതും പരിഹരിക്കപ്പെടുക, നിങ്ങൾക്കൊരു നല്ല മാറ്റം ഉണ്ടാവുക, ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം വീണ്ടും കിട്ടുന്ന സമയമാണ്. കോടതി കേസ് വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് ഒരു നല്ല മാറ്റം ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും വന്നു ചേരുകയും ചെയ്യും. മറഞ്ഞിരിക്കുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കിനി മുന്നോട്ട് ശുക്രരാശി മാറ്റത്തോടുകൂടി നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ, നേട്ടങ്ങൾ വന്നു ചേരും. അത് സാമ്പത്തികവും ശാരീരികവും മാനസികവുമായിട്ടുള്ള പലതരത്തിലുള്ള മാറ്റങ്ങളാണ് ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി പലർക്കും അനുഭവത്തിൽ വരുന്നതും. നിങ്ങളെ സംബന്ധിച്ച് ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. 11ൽ ശുക്രൻ സഞ്ചരിക്കുന്ന കാലഘട്ടം തീർച്ചയായിട്ടും സാമ്പത്തിക വരവുണ്ടാകും, ധനവരവ് വന്നു ചേരും. നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം അനാവശ്യ പാഴ്ചിലവുകളൊക്കെ വിട്ടുമാറി ചെറുതാണെങ്കിൽ പോലും ഒരു സമ്പാദ്യം നിങ്ങൾക്കും അനുഭവത്തിൽ വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് അപ്രതീക്ഷിതമായിട്ട് അനുഭവത്തിൽ ലഭിക്കുകയും ചെയ്യും. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം വന്നു ചേരും. തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം, ഒരു നല്ല ഒരു ഗുണാനുഭവം ലഭിക്കും. ഒരുപാട് കാലങ്ങളായി മനസ്സിനെ അലട്ടിയിരുന്ന പല കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ വിട്ടുമാറും. മനസ്സിലാഗ്രഹിച്ചിരുന്ന പലതും അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ കൈകളിൽ എത്തുന്ന സമയവുമാണ്. ശുക്രൻ ലൗകിക ജീവിതത്തിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള ഗ്രഹമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ആരോഗ്യത്തിലും സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലും ചെയ്യുന്ന ജോലിയുടെ കാര്യത്തിലും വിവാഹ ദാമ്പത്യ കുടുംബജീവിതത്തിലും അങ്ങനെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലും എല്ലാത്തിലും ഈ ശുക്രൻ്റെ സാന്നിധ്യം മീനം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പല നന്മകൾ, നേട്ടങ്ങൾ ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരും. അത്
നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല വ്യക്തികളുമായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്കൊരു കൈ സഹായമായിട്ടൊരു താങ്ങായിട്ട് മുന്നോട്ട് വരുന്നത് എന്നും മനസ്സിലാക്കുക. ഒരുപാട് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന മീനരാശിക്കാരെ സംബന്ധിച്ച് ഈ ശുക്രരാശി മാറ്റം നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ് എന്നുള്ളതാണ്. ജീവിതത്തിലൊരു നല്ല മാറ്റം, ഒരു നേട്ടം ഈ ഒരു ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് നൽകും. ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മീനരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ശുക്രരാശി മാറ്റം സർവ്വ സൗഭാഗ്യങ്ങളും നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.